നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പോർക്ക് കറിയാണ്, നാടൻ പോർക്ക് കറിയാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. അതേ നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുന്നു. ആ എണ്ണയിലേക്ക് നമുക്ക് എന്ത് മസാലയൊക്കെയാണ് ഇടേണ്ടത് അതെല്ലാം എങ്ങനെയാണ് ഓരോന്നിടുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മസാലപ്പൊടി, കുരുമുളക് പൊടി തുടങ്ങിയ ഇറച്ചിക്ക് ആവശ്യമായ എല്ലാ മസാലകളും നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ആ എണ്ണയിൽ അതൊന്ന് ശരിക്കും ചൂടായി വരണം. ഇത് വളരെ സിമ്പിളായിട്ട്, അതായത് പോർക്ക് കറി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ഇനി ആരും പറയരുത്, ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ മസാല എല്ലാം ആ വെളിച്ചെണ്ണയിൽ ഒന്ന് ശേറ്റിക്ക് ഒന്ന് വരട്ടിയെടുക്കും, അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുക്കും. അപ്പോൾ നമ്മളതിനകത്ത് ഇട്ട് ഒന്നുകൂടി പറയാം: മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടി, ഇറച്ചിക്ക് ഉപയോഗിക്കുന്ന ഇറച്ചി മസാല ഏതെങ്കിലും ആയാലും മതി. നാടൻ മസാല ഇതാണെങ്കിൽ നല്ലതാണ്. ഇത് കുരുമുളക് പൊടി ഇട്ടു. ഇട്ട് നമ്മൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിളായിട്ട് അതൊന്ന് വേവിച്ച് അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയിടും. അന്ന് ശരിക്കും എണ്ണ അത്യാവശ്യം എണ്ണ വെച്ചിട്ട്, ഇപ്പോൾ പോർക്കായതുകൊണ്ട് എണ്ണ കൂടുതൽ വേണ്ട. നമ്മൾ അതിനകത്ത് തന്നെ നെയ്യുള്ളത് കൊണ്ട് നമുക്കില്ല. ഇത് നമ്മൾ ശരിക്കും ഒന്ന് വരട്ടി കൊടുക്കുക, ചൂടാക്കിയ ആ മസാലയിലേക്ക് നമ്മൾ പോർക്ക് ഇട്ട് കൊടുക്കുക. നല്ല പോർക്ക്, നല്ല നെയ്യും എല്ലും ദശയൊക്കെ ഉള്ള നല്ല പോർക്ക് മേടിച്ച് ഇട്ട് കൊടുക്കുക. ശരിക്കും അതൊന്ന് ഇളക്കി കൊടുക്കണം. ആ മസാല ഇറച്ചിയിലെല്ലാം ഒന്ന് പിടിക്കണം. മസാല ശരിക്ക് ഇറച്ചി പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, സബോള, നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കിലോ പന്നിക്ക് നമ്മളൊരു 2 വലിയ സബോള അരിഞ്ഞ് ഇട്ടിരിക്കുന്നു. ഇത് നമ്മുടെ കറി റെഡിയായി. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അത് വേവിക്കുക എന്നുള്ള ഒരു ചടങ്ങ് മാത്രമേ ഇനി ഉള്ളൂ. നമ്മൾ കുക്കർ അടച്ചു വയ്ക്കുക. ആദ്യം ഒരു ഫിസിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഫിസിലടിക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 4 ഫിസിലടിക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട്, 15-20 മിനിറ്റ്, 15 മിനിറ്റ് മതി. കുറച്ച് കറിവേപ്പില ഇടണം ആവശ്യത്തിന്. ഞാൻ പറയാൻ മറന്നു പോയതാണ്. കറിവേപ്പില കൂടി ഇട്ട് ഇളക്കി നമ്മൾ കുക്കർ കുറച്ച് വെള്ളം ഒഴിക്കണം, ഒരു പൊടിക്ക്. അതായത് ആ വെള്ളം ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി. അത് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുക, അല്ലെങ്കിൽ ഗ്രേവി ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി, ഡ്രൈ ആയിട്ട് കിട്ടും. ഇത് വെള്ളം ഒഴിക്കുന്ന അനുസരിച്ചാണ് ഇത് മസാല വേണോ, കറി വേണോ, അല്ലെങ്കിൽ ഫ്രൈ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് കുറച്ച് ഗ്രേവി കൂട്ടിയാണ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും വെള്ളം ഒഴിച്ചത്. ഇനി അതുകൂടി ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനിയൊന്ന് അടയ്ക്കാന്നുള്ള, അടച്ച് വിസിലടിച്ച് വാങ്ങാന്നുള്ള ഒറ്റ പരിപാടിയുള്ളൂ. നമ്മൾ ഓൾറെഡി അടിയിൽ തീയുണ്ട്, നല്ല ഫ്ലെയിമിൽ തീയുണ്ട്. അപ്പോൾ ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണം. ഇതെല്ലാം ഇതിൻ്റെ ഭാഗങ്ങളായി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ കുക്കർ അടച്ചു വെക്കുന്നു. കുക്കർ അടച്ചു, ഫ്ലെയിം കൂട്ടി, ആദ്യത്തെ ഫിസിലടിച്ച് ഓഫ് ചെയ്തു. അതിനുശേഷം 4 ഫിസിൽ വരെ വെയിറ്റ് ചെയ്തു. 4ാമത്തെ ഫിസിൽ കഴിഞ്ഞ് കറി റെഡിയായി. നല്ല സൂപ്പർ പോർക്ക് നാടൻ കറി. പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നുമില്ല, ആർക്കും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്, സിമ്പിൾ പോർക്ക് റെസിപ്പി. താങ്ക് യു.